ഇന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ ഡേ കണ്ടാലോ? ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. അങ്ങനെ അതാ എന്നെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പം പാട്ട് പാടി കളിക്കുന്നില്ല, ഇത് രണ്ട് സൈഡിൽ രണ്ട് മുട്ടായും വെച്ചിട്ട്. അപ്പോഴത്തേക്ക് എന്നോട് പറയുന്നത് അമ്മി സൂചി കുത്തി നോക്ക്. പിന്നെ അവൻ്റെ വെള്ളത്തിലേട്ടാ, ഗ്ലൂക്കോസിലല്ല വെള്ളത്തിലാണ് അവനെ സ്ട്രോങ് ആയിട്ട് നിർത്തിക്കുന്നത്. എനിക്ക് പറയുന്നത് വെള്ളം വെക്കുന്നത് അമ്മി എന്നല്ല പറഞ്ഞിച്ച്. പിന്നെ എന്താ പറയല്ലേ, ഫസ്റ്റ് ഇടേണ്ട ഒട്ടും കഴിയുന്നുണ്ടായിട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റൂം കിട്ടിയിട്ടുണ്ടായിട്ട് നമുക്ക് താഴെ ഉണ്ടായത് വാർഡിലുണ്ടായത്. സോ ഭയങ്കര ടാസ്ക് ഉണ്ടായിന് എനിക്കിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിട്ടാ. സോ അതാ ഒരു രാത്രി ആകുമ്പോഴത്തേക്കാണ് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. രാവിലെ ആയി എനിക്ക് പഴിച്ചിട്ടാ, ഒട്ടും ക്ഷമയില്ല. അപ്പോഴത്തേക്ക് അമ്മി പൈക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ചുമ പോകുമ്പോഴത്തേക്ക് ചുമ്മുൻ്റെ ബാക്കിലേ പോയിട്ടാ കുറേ നേരം കരഞ്ഞു. പിന്നെ എന്താ പറയല്ലേ, ഉമ്മ അപ്പോഴത്തേക്ക് ചുമൂരെ കൂടെ തന്നെ പോയിട്ടാ. എന്ന് വെച്ചെങ്കിൽ ഉമ്മ പെരക്ക് പോകുന്നില്ലത്, അങ്ങനെ ചെമ്മു ഫുഡ് വാങ്ങാൻ പോകുന്നില്ലത്, അങ്ങനെ ഈട് നിന്നിട്ട് ഇവന് വെയിറ്റ് ആക്കിക്കൊണ്ടുള്ളത് കേട്ടാ. അപ്പോഴത്തേക്ക് ഉള്ളിൽ കൊണ്ടാക്കിയത് കൊണ്ട് തുടങ്ങി കരയാൻ. വീണ് തെരഞ്ഞ് കുറേ നേരമായിട്ടാണ് കരഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ചെമ്മൂരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്നാമത് അവനെ പുറത്ത് വിടുന്നില്ലല്ലോ. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും, അതേ കണിക്ക് ഭയങ്കരത്തിൽ പനിയുണ്ട് കേട്ടോ. CRP കൂടി, അതേ കണിക്ക് പനിയും നല്ലോണം കൂടി. സോ അതുകൊണ്ട് എന്താ പറയല്, ഒന്ന് പിടിച്ചാൽ നിൽക്കുന്നുണ്ടായിട്ട്. അപ്പോഴത്തേക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയിലുണ്ടായിന്, അതെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടായിന്. സോ അതുകൊണ്ട് ബേബിയും ക്ലീൻ ആക്കുന്നില്ല. ഇത് എന്താ പറയുക, ഒന്നും ഫുഡും കഴിക്കുന്നില്ല, കളിയുമില്ല. അഥവാ 2 മിനിറ്റ് തല പൊന്തിച്ചാൽ മതി, അപ്പം തുടങ്ങും കേട്ടോ തുള്ളി കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനിടയിൽ ഓന് വന്നിട്ടാ, നീ ക്ലീൻ ആക്കണ്ട, നീ അത് തൊടണ്ട, നീ ഇത് തൊടണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഒന്നിത് കുറ്റം തന്നെ. അവിടെ ഇരുന്നാലും കുറ്റം, ആ സൈഡ് പോയാലും കുറ്റം, ഈ സൈഡ് പോയാലും കുറ്റം. ഭയങ്കര ഒരു എന്താ പറയല്, ഭയങ്കര വാശിയുണ്ടായത് കേട്ടാ. സോ എന്താ പറയുക, എനിക്ക് പറയുന്നില്ല നീ ആടെ ക്ലീനൊക്കെ അല്ല അമ്മി, അതാടെ വെക്ക് അന്നെടുക്കുക എന്നല്ല പറഞ്ഞിച്ച്. പിന്നെ എനിക്ക് ഒന്നാമത് താഴെ പോകണം, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. താഴെ പോകാൻ സിസ്റ്ററിൻ്റെ അവരെ വിടുന്നില്ല. മുമ്പ് വാർഡ് ഉണ്ടായതുണ്ടല്ല നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത്, അതുകൊണ്ട് എനിക്ക് ടേസ്റ്റും പിടിച്ചു. പക്ഷേ സിസ്റ്ററിൻ്റെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വാങ്ങി കൊടുത്തൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയുന്നില്ല ഇത് ചുമ ഇപ്പം വരുന്നു, കുറച്ച് നേരം വെയിറ്റ് ആക്കുന്നില്ല. പക്ഷെ എനിക്ക് ബിന്നില്ല, ഞാൻ ചമ്മൂരൊക്കെ പോകുന്നതെന്ന് തന്നെ ഒറ്റ വാശിട്ടാ. കുറച്ച് നേരം ഇങ്ങനെ അവന് ആ മൂലയിൽ നിന്ന് ഈ മൂലയ്ക്ക് തൊട്ടുകൂടാ, ഒന്നുമില്ല, ഒന്ന് തന്നെ. ലാസ്റ്റ് ഡോറിൻ്റെ അടുത്ത് പോയിട്ട് ചുമൂന്ന് വിളിക്കുന്നുണ്ടായിന്. അപ്പോൾ ആവായിട്ട് തോന്നിയിട്ടാ കുറേ നേരം ഇതന്നെ കരഞ്ഞോണ്ട് ഞാൻ പോകുന്ന. പക്ഷെ ഭാഗ്യത്തിന് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. എന്നെ കടിച്ച് മാന്തി തച്ച് എല്ലാം ചെയ്തിട്ടാ. പിന്നെ എന്താ പറയില്ലേ, പിന്നെ ആടെ വീണിട്ട് തരുന്നുണ്ടായിരുന്നു. ഇപ്പം ചുമ്മാ കുറേ നേരമായി പോയി, പക്ഷെ എത്തുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ ബാക്കിൽ കുറച്ച് നേരം ഓക്കെ ആയി. പിന്നെ ഇതാ എത്തിയ ഫുഡ്. അപ്പോഴത്തേക്ക് ആളെ കുറച്ച് ഓക്കെ ആയിട്ടോ. അവളെ കണ്ടിട്ടപ്പോൾ കണ്ട കരച്ചിലും പോയി, എല്ലാം പോയി. ഒന്നും ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കണ്ണ് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഓളിക്ക് പോകുന്നില്ല, ഓളില്ലാതെ എനിക്ക് പറ്റുന്നില്ല. എന്ന് വെച്ചെങ്കിൽ ഫൈറ്റ് ആക്കണം, അല്ല രണ്ടാൾക്ക് അപ്പുറം ഇപ്പുറം തല്ലുകൂടണം. അതിനായിട്ട് മെയിനായിട്ട് എനിക്ക് ഓള് വേണം. അപ്പോഴത്തേക്ക് പൂരിയും ബാജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഓന് കഴിച്ച്. അപ്പോഴത്തേക്ക് ഡോക്ടർ വന്നിട്ടാ. ഫസ്റ്റ് കൊടുക്കാൻ സ്റ്റാർട്ട് ആക്കുമ്പോഴത്തേക്ക് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഡോക്ടർ മെയിൻ പറഞ്ഞത് ഒന്നേ ഒരു കാര്യം, ഒരു ഡയലോഗും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ പറഞ്ഞ് പനി പാങ്ങിയില്ല, കുറവാങ്ങില്ല എന്ന്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഒരു AC ഇടും, AC ഇട്ടിട്ട് നല്ല പാങ്ങി തണുക്കും, പിന്നെ ബാറിൽ സ്റ്റാർട്ടാവും. അപ്പോൾ ബാറിലിനെ നിങ്ങൾ ഇത് മരുന്നാക്കോ അല്ലെ AC ഓഫ് ആക്കുമോ. സോ അതേപോലെ തന്നെ CRP കുറഞ്ഞ്, പിന്നെ ബ്ലഡിന് ഇൻഫെക്ഷൻ കുറച്ച് ഓക്കെ, പിന്നെ എന്താ പറയലേ നമുക്ക് പനിക്ക് മരുന്ന് തരാമെന്ന് പറഞ്ഞു കേട്ടാ. പിന്നെ കുറച്ച് നേരം ഡോക്ടറിനോട് കഥയെല്ലാം പറഞ്ഞ് പിന്നെ ഇതാ കുറച്ച് നേരം കടന്നിട്ടാ. പിന്നെ ഇതാ വീണ്ടും ചെമ്മുൻ്റെ ബാക്കിൽ തന്നെ, ചെമ്മേടെ പോകുന്ന ചെമ്മുൻ്റെ ബാക്കിൽ തന്നെ കേട്ടോ. പിന്നെ കുറച്ച് നേരം ഓക്കെ ആയി, ഇഞ്ചക്ഷനെല്ലാം വെച്ചായി. പിന്നെ ഉണ്ടല്ലോ ചീന ഓക്കെ ആയി. പിന്നെ ഇതാ ഓന് കളിക്കുന്നില്ല കേട്ടാ. ഫിക്സിൻ്റെ ഇതെടുത്തിട്ടാണ് അത്. ഓനിക്ക് ചായ, പിന്നെ അത് ബിസ്ക്കറ്റ്, ഓനിങ്ങനെ കളിക്കാനും വേറൊന്നും ഇല്ലല്ലോ, TV ഇല്ല, അതേ എനിക്ക് ടോയ്സ് ഒന്നുമില്ല. ഒരു ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ കളിക്കൊന്നുമില്ല. ഇപ്പം നോക്കിക്കോ, ചായ, ബിസ്ക്കറ്റ്, ഇങ്ങനെ ഓന് വിചാരിച്ചിട്ട് ഇങ്ങനെ തിന്നുന്നില്ല കേട്ടാ. അപ്പോഴത്തേക്ക് ചെമ്മു ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഡോർ ഓപ്പൺ ആക്കിയിട്ട് നീ പുറത്ത് പോകല, നീ ഉള്ളിൽ കയറുന്ന ഇങ്ങനെ ഡോർ ഓപ്പൺ ആക്കുന്നില്ല കേട്ടാ. ഇല്ലെങ്കിൽ ഞാനും വരുമെന്ന്. ഓളൊക്കെ വയ്യത്തിട്ട് ഇരുത്തിക്കുന്നില്ല, നീ ഉള്ളിൽ പോയി ചെമ്മു ആടി ഇരിക്കുന്നല്ലേ പറഞ്ഞു. അപ്പോഴത്തേക്ക് തല മുട്ടിയിട്ടാ. എൻ്റെ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ എൻ്റെ മൊത്തം തലയിൽ മുട്ടലുണ്ട് കേട്ടാ.
രാവിലെ ഡോറും രാത്രി കട്ടിലിൻ്റെ സൈഡും എൻ്റെ പൊന്നെ തല പോകുമ്പോഴത്തേക്ക് തലയിൽ എന്തെങ്കിലും കൊള്ളുമെന്ന് ഒന്നിനും അറിയില്ല. സോ ഫുള്ള് തല ഈ ഇരുമ്പിനെല്ലാം അടിക്കുന്നുണ്ടായിട്ട് വാശിക്ക് ആ സൈഡ് പോകുമ്പോഴത്തേക്ക് ഇരുമ്പായിരിക്കും, ഇപ്പോൾ സൈഡ് പോകുമ്പോൾ ജനലായിരിക്കും. അപ്പോഴത്തേക്ക് ഇത് അച്ഛമ്മ ഒരു കൊക്കപ്പണി എടുത്ത് ഓനെ നബാറ്റി എടുത്തിട്ട് കഴിച്ചിട്ട് ഓപ്പൺ ആക്കി. പിന്നെ തുടങ്ങിക്കറിയാൻ അല്ലോ ഒന്ന് ഓക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ല, പിന്നെ നെക്സ്റ്റ് ഓളെ തുടങ്ങും എന്തെങ്കിലും ചൊറിയാൻ വേണ്ടിയിട്ട്. അതിനിട്ട് അവൾ ചെമ്മ അങ്ങോട്ട് പോയാലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അത് വേണം എനിക്ക് പൊട്ടിക്കാതെ തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഓൻ എങ്ങനെയല്ലോ സോപ്പിങ് കിട്ടിയിട്ട് സെറ്റാക്കി. അപ്പോഴത്തേക്ക് ഉണ്ടല്ല നമ്മൾ രണ്ടാമത്തെ നബാട്ടി എടുത്ത്, അപ്പോൾ ഓനെ സെറ്റായി. പക്ഷെ ഓൻ്റെ തോന്നി തിന്നാൻ എനിക്ക് മനസ്സില്ല. നമ്മൾ തിന്നുമ്പോൾ അത് ഓനിക്ക് വേണം. കുറേ നേരം ചമ്പനോട് പറഞ്ഞു, ചമ്പന് നോക്കി. പക്ഷെ ലാസ്റ്റ് ആന്നൊക്കെ എന്തിന് ഓൻ്റെ തോന്നെ എടുത്തെങ്കിൽ തീർന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ സെറ്റല്ലേ കണ്ട എല്ലാം പോയി, എൻ്റെ പ്രോബ്ലം എല്ലാം പോയി. പിന്നെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നിട്ടാ എന്താ പറയുക, ഓന് ഉറങ്ങുമ്പോൾ സൈലൻറ്റ്. അതേ കണക്ക് പനി വരുമ്പോണ്ടല്ല കുഞ്ഞ് ഉണ്ടോ ഇല്ലേന്ന് അറിയുന്നില്ല കേട്ടാ. പക്ഷേ കുറച്ച് തലപ്പൊന്തിച്ചാൽ മതി, നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ അല്ലോ കരച്ചലും തുള്ളലും പറലും ഇതന്നെ കേട്ടാ. എനിക്കാണ് മെയിൻ ടാസ്ക് കിട്ടിയിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. മറ്റേ എന്താ പറയല്, ഇല്ലെങ്കിൽ ഉമ്മാൻ്റെയൊക്കെ എൻ്റെ ചുബിമാൻ്റെയൊക്കെ എല്ലാം ഒന്നെ ഉറങ്ങും, അവരൊക്കെ തന്നെ ഉണ്ടാക്കുക. പക്ഷെ ഈ ബെത്തം വന്നിട്ടുണ്ടല്ലോ എന്നെ മടിന്ന് താഴെ ഇറങ്ങുന്നില്ല കേട്ടാ. എൻ്റെ അല്ല ഭയങ്കര ടാസ്ക്കായിപ്പോയി എനിക്ക്. അതിനിടയിൽ മരുന്ന് വാങ്ങാൻ പോകാനുണ്ട്. അയ്യനും എന്നെ പോകാനേ വിടുന്നില്ല. ലാസ്റ്റ് അതൊക്കെ ഞാൻ ചമ്മനോട് അങ്ങോട്ട് അയച്ചിട്ട് ഓനെ അങ്ങോട്ട് പാസ്സായി. പിന്നെ ഞാൻ ഓടിക്കൊണ്ട് പോയിട്ടാ. ഈ മെഡിസിൻ വാങ്ങുന്നത് ഒരു ടാസ്ക് തന്നെ കേട്ടോ. ആരും വാങ്ങിയിട്ട് ഉള്ളിൽ വരുമ്പോഴത്തേക്ക് പിന്നൊരു മെഡിസിൻ വാങ്ങിയിട്ടുണ്ട്. അത് കൊണ്ടുവന്നാൽ പിന്നെ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഒന്ന്. എൻ്റെ അല്ല ഇന്ന് രാവിലെ ആയതുകൊണ്ട് ആളൊന്നുമില്ല. പക്ഷെ അയ്യനക്കുണ്ടാലും മനസ്സിലായി ഞാൻ റൂമിലില്ലാന്ന്. അപ്പോൾ ചുമ്മുനൊക്കെ ഞാൻ അമ്മീൻ്റെയൊക്കെ പോകുന്നതെന്ന് കരയാൻ തുടങ്ങിയിട്ടാ. അപ്പോഴത്തേക്ക് ഇതാ എന്നെ കണ്ട് പിന്നെ സന്തോഷമായിട്ടാ. പിന്നെ പാഞ്ഞോടോ അമ്മീ നീ അവിടെ പോയതെന്നല്ല പറഞ്ഞിട്ട്. ഇത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് വീണ്ടും തന്നെ താഴോട്ട് ഞാൻ പോകുന്നുണ്ടാ. പക്ഷെ ഇതിലെന്തെന്നറിയോ, ഇല്ലെങ്കിൽ അയ്യനും ഉമ്മാനൊക്കെ പോകുന്നൊന്നും പറഞ്ഞല്ല. ഇതിൽ ഞാൻ ഈ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങിക്കൂടെ, തിന്നുമ്പോൾ പോലും ഞാൻ ബെഡിൽ തന്നെ ഇരിക്കണം. കൈ കൂടെ ഒന്നാക്കിക്കൂടെ ഓനെ തട്ടിയിട്ട് മടിമ ഇങ്ങനെ ഇരുത്തിച്ചിട്ട് ഇരിക്കണം. പിന്നെ ഇതാ അപ്പോഴത്തേക്ക് സിസ്റ്റർ വന്നിട്ട് ഈ മരുന്ന് കൊടുക്കാൻ ഓൾ കുറേ ട്രൈ ആക്കി, പക്ഷെ പറ്റിട്ടോക്ക്. അതുകൊണ്ട് കണ്ട ഓന് ഓരോരോ സൈഡ് ഇല്ലെങ്കിൽ ഉണ്ടല്ല മരുന്ന് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ വെച്ചാൽ മതി. ഓനെന്നെ എടുത്തിട്ട് ഓനെന്നെ കുടിക്കും കേട്ടോ. ഇത് കണ്ട ഏടെല്ലാം പോകണമെന്നറിയോ. പിന്നെ ഇതാ ചെമ്മുനെ കൊണ്ടേ അത് സാധിച്ചിട്ട് കേട്ടോ. അവൾ പറഞ്ഞു ഞാൻ താഴെ പോകുന്നുണ്ട്, നിന്നെ കൂട്ടണമെങ്കിൽ നീ ഇത് കുടിച്ചെങ്കിലേ ഞാൻ കൂട്ടുന്നില്ല പറഞ്ഞു. ഓന് സോപ്പിങ് ഇടുന്നില്ലത്. പിന്നെ ഫസ്റ്റ് എന്തോ പറഞ്ഞേ അത് ഒത്തില്ല. പിന്നെ അവൾ പറഞ്ഞു ഞാൻ പോകുന്നത് താഴെ എന്നല്ല പറഞ്ഞ്, നീ ബെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിയിട്ട് പോവാന്നല്ല പറഞ്ഞിട്ട്. കുറച്ച് നേരം ചിന്തിച്ചെങ്കിലും അവൾ പറയുന്നതെല്ലാം കേട്ടെങ്കിലും പിന്നെ ആൾ സെറ്റായിട്ടാ. പിന്നെ ചുമ കൊടുത്ത മരുന്ന് അങ്ങനെ തന്നെ കുടിച്ചിട്ടാ. പിന്നെ എന്താ പറയുക, ഇല്ലെങ്കിൽ ഇക്കാൻ്റെ കൂടെ ഇതന്നെ ഇക്ക ഇങ്ങനെ എല്ലാ ടാബ്ലറ്റ് ഇങ്ങനെ ഇട്ടിട്ട് അവിടെ വെക്കും. അപ്പോഴത്തേക്ക് ഓനെ എടുത്തിട്ട് കുടിക്കും കേട്ടോ. ഇപ്പം അങ്ങനെയുള്ള ഭയങ്കര ടാസ്ക്. ഒരു മരുന്ന് കൊടുക്കുകയാണെങ്കിലും ഒരു തുന്നിപ്പിക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ട് ടാസ്ക് കേട്ടോ. ഒട്ടും പറ്റുന്നില്ല. പിന്നെ വീണ്ടും എനിക്ക് മരുന്ന് വാങ്ങാൻ എഴുതി തന്നിട്ടുണ്ടായിന്. അതിന് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് ഞാനും മരുന്ന് കരയുന്നില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ കൊണ്ടുപോയാൽ മൂന്നാമത്തെ തട്ടിലുള്ളത് താഴെ ഇറങ്ങിയിട്ട് പോകണം. പക്ഷെ ഓനെ താഴെ കൂട്ടിക്കൊണ്ട് പോകാൻ നേഴ്സിനെ അവർ വിടുന്നില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാൻ ഉറങ്ങുന്നല്ല പറഞ്ഞിട്ട്. ഇല്ല ഇച്ച പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയ്യ എന്തെല്ലോ ആക്കിയിട്ട് ഞാൻ മരുന്ന് വാങ്ങാൻ പോയിട്ടുണ്ട്. ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. സോ എന്താ വെച്ചെങ്കിൽ എനിക്ക് ഒട്ടും കഴിഞ്ഞില്ല, പനിയെല്ലാം വന്നിട്ട്. സോ ഇനി അടുത്ത വ്ളോഗായിട്ട് കാണാം കേട്ടോ. ബായ്.